ഒരു ജീവിതം അതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താണ് കാണിക്കുന്നത് ഇതിൽ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ നല്ലൊരു ടേണിംഗ് പോയിന്റ്, നല്ലൊരു പഞ്ച് തന്നെ നിർത്തുന്നുണ്ട്. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ് എടുത്ത് പറയേണ്ടത്. എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യേണ്ട സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു 8-10 ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. എല്ലാ സീനിലും ഉണ്ട്. അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് എന്താ പറയുക, ഒരു പടം തുടങ്ങി കുറച്ച് മൊമെൻറ്റ് കഴിഞ്ഞാൽ കടലിനകത്താണ് എല്ലാ ഇൻസിഡൻസ് നടക്കുന്നത്. ഒരു ഫിഷിംഗ് ബോട്ടിനകത്താണ് നടക്കുന്നത്. നമുക്ക് ഈ പടം കാണുമ്പോൾ ഈ കടലിൽ പോകുന്ന ആൾക്കാർ എടുക്കുന്ന ഒരു സ്ട്രഗിളും ബുദ്ധിമുട്ടും, അവർക്ക് ഈ മീൻ പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഏറ്റവും റിസ്ക്കുള്ള ജോലികളിലൊന്നാണ് ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ പറയുക, വീട്ടിൽ ഇരുന്ന് മീൻ കഴിക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി മീൻ കഴിക്കുമ്പോൾ ഇത് ചിന്തിക്കുന്നൊന്നുമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ചില കൂട്ടുകാർ, അതായത് +2 പഠിച്ചിരുന്ന ചില കൂട്ടുകാർ അവരുടെ കുടുംബക്കാരൊക്കെ ഈ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ അവർ വന്ന് പറയും അവരെടുത്ത റിസ്ക്കും കാര്യങ്ങളൊക്കെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്. ആ ഒരു അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പടം കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ VFX ബാക്കി അതുപോലെ തന്നെ ഗ്രാഫിക്സ് CGയും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് സ്റ്റഫാണ്. ലാസ്റ്റ് ഒരു 45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പടം. വേറെ ലെവലെന്ന് പറഞ്ഞാൽ അന്യായ ലെവലാണ്. ഇതിൽ എന്താ പറയുക, നല്ലൊരു വിജയം തിയേറ്ററിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് സ്റ്റഫാണ്. എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെയൊക്കെ കോൺഫ്ലിക്ട്സ് കിടിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു കിടിലായിട്ടൊന്നും വന്നില്ല. കാരണം ഇവർ ഈ പറഞ്ഞ ഒരു തീമിനെ ഇവർ 90% ഒരു ഫിഷിംഗ് ബോട്ടിലാണ് ഈ സിനിമയിലെ കഥ നടക്കുന്നത്. അത് എടുത്തു വെച്ചിരിക്കുന്ന ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ ഒരു യൂഷ്വൽ സ്റ്റോറി ലൈനാണ്. അതിനപ്പം ഈ ഒരു മത്സ്യബന്ധനവും ആ കുറേ സാധനമൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ളത്. പക്ഷേ ഒരു പഞ്ച് വന്നിട്ടില്ല പടത്തിന്. ആ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 2.5 മണിക്കൂറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിനകത്ത് നടക്കുന്ന സംഭവം തന്നെ നമ്മളിത് എപ്പോൾ തീരും അങ്ങനെ ഒരു മോഡിലോട്ട് പടം പോയി. പിന്നെ പെപ്പയുടെ കുറച്ച് ആക്ഷൻ സീൻസുകൾ കൊള്ളാം. രാജ്ബി ഷെട്ടിയൊക്കെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. ആ BGM കൊള്ളാം. ആക്ഷൻ ചിത്രമാണ്, പക്ഷേ പശ്ചാത്തലം ഭയങ്കര വ്യത്യാസമാണ്. ഫുൾ ആക്ഷനല്ല, സെൻറ്റിമെൻറ്റ്സും പ്രണയമൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര എഫക്റ്റീവാണ്. കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ പക്ക മാസം പടം. കടൽ മൊത്തം കടലാണ്, കടലിലെ യാത്രയാണ്. ഈ നമ്മളെ പ്രേക്ഷകരെ കൂടെ കടലിൽ കൊണ്ടുപോയി ഫുള്ള് കടലിൽ പോകണം, ഈ മത്സ്യബന്ധനമായിട്ട് പോകണവരുടെ അവസ്ഥയാണ്. അതിനകത്തുള്ള അവരുടെ പ്രശ്നങ്ങളും ടെൻഷനും കാര്യങ്ങളും അതൊക്കെയാണ് പശ്ചാത്തലം. ഗംഭീര പടം, നല്ല പടം, നല്ല ആക്ഷനൊക്കെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ RDX കൊണ്ടുപോയിട്ട് ഉണ്ടെങ്കിൽ ഇത്തവണ കൊണ്ടുപോകും, ഉറപ്പാണ്, കൺഫേമാണ്. നല്ലൊരു കിടിലൻ അടിപ്പടം. പെപ്പെ അറിയാലോ, ഓൾമോസ്റ്റ് ഒരു അടിപ്പടത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു, വേറെ ലെവലായിരുന്നു. പിന്നെ സോഫിയ പോളിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ പടം ഫാർ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ആക്ഷൻ പടമാണ്. പക്ഷേ ഒരു കഴിഞ്ഞ കൊല്ലം ഇവരുടെ ആ ഒരു ടീം RDX ടീമിൻ്റെ അത്ര ലെവലൊന്നുമില്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. കടലിൻ്റെ VFX ഷോട്ടൊക്കെ നൈസൊക്കെ. ഈ പറഞ്ഞ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പണിക്കാരുടെ കാണാനുണ്ട്. പടത്തിൻ്റെ ഒരു 80% കടലിനകത്ത് തന്നെയായിരുന്നു. അത് എങ്ങനെ മേക്ക് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് അത്രയും ഗ്രില്ലായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ഹൈയിൽ നിന്നിട്ട് സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് കുറച്ച് വലിഞ്ഞു പോയതായിട്ട് തോന്നി. ഒരു ഉദ്ദേശിച്ച പണി അത്ര വർക്കായില്ല. കാരണം നമുക്ക് പ്രഡിക്റ്റബിളാണ് സാധനം. ഇനി അങ്ങോട്ട് എന്താണ് നടക്കാൻ വേണ്ടി അറിയിക്കുക. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തെടുക്കട്ടെ സിറ്റുവേഷൻ. അത് അത്രത്തോളം ഇതായത് എനിക്ക് തോന്നില്ല, പേഴ്സണലി തോന്നില്ല. പക്ഷേ ഒരു എഫേർട്ടുണ്ട്. തിയേറ്ററിൽ കാണാനുള്ള കാഴ്ചകളുണ്ട് സിനിമയിൽ. ഒരുപാട് ഇടിയും അതൊക്കെ ഉണ്ട്. അടിപ്പടം നല്ല എനിക്ക് കാണാനുള്ളത്.